ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ക്ലാസ് ഇട്ടിട്ടില്ലായിരുന്നു, മീൻസ് ഓഡിയോ ക്ലാസ് ഇട്ടിട്ടില്ലായിരുന്നു. അത് ഇന്നലെ എക്സാമിൻ്റെ തിരക്കും പിന്നെ രാവിലെ ഒരു ക്ലാസ് കയറാനുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടാണ്. അപ്പം വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ഇതൊന്ന്, വീട്ടമ്മമാരും അല്ലെങ്കിൽ സമയം ഇല്ലാത്തവരും ഇതൊന്ന് കേട്ട് LDC മെയിൻസിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് ആണെങ്കിലും. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ജോലിക്കിടയിലോ ഒക്കെ ഇതൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശുമായാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്നത്. ഇന്ത്യ 7 രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശ്, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവരാണ് ആ 7 പേർ, അല്ലേ? ഇനി പാകിസ്ഥാനുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. എവിടെയാണ്? രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം, ഇന്ത്യൻ സംസ്ഥാനം. അഫ്ഗാനിസ്ഥാനുമായാണ് ഇന്ത്യ ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ബംഗ്ലാദേശ് ആണെന്ന് പറഞ്ഞു. ഏറ്റവും കുറവ് ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഇനി ഇന്ത്യയുടെ കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ചൈനയും ഏറ്റവും വലിയ രാജ്യം ചൈനയും ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയും, ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇനി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. എന്താണ്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ. 7517 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ കടൽ തീര ദൈർഘ്യം. എത്രയാണ്? 7517 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് ദൂരം, എന്താണ് തെക്ക് വടക്ക് ദൂരം? ജമ്മു കാശ്മീർ, നമ്മുടെ കേരള അവിടെ വരെയുള്ള ദൂരം 3214. കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഗുജറാത്ത്, അരുണാചൽ പ്രദേശ്, ആ ഒരു ദൂരം 2933 കിലോമീറ്ററും ആണ്. ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത്? കടൽ തീരങ്ങൾ ഉള്ളത്. അപ്പൊ കടൽ തീരം ഇല്ലാത്തത് എന്താണെന്ന് ഊഹിച്ചെഴുതാവല്ലോ. 29 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരം ഉണ്ട്. അപ്പൊ ഇന്ന് പറഞ്ഞ ആ ഒരു ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കി, അതായത് എപ്പോഴും കാണാതെ പഠിക്കുന്നതിന് അപ്പുറത്തോട്ട് കേട്ട് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരം ഏതാണ്? 1932 ഭരണഘടനയുടെ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ ഭരണഘടനയുടെ പരിഷ്കാരങ്ങളോടുള്ള എതിർപ്പുമായിട്ട് ബന്ധപ്പെട്ട് 1932 തിരുവനന്തപുരത്ത്, അതായത് തിരുവിതാംകൂറിലാണ് എന്ത് നടന്നത്? നിവർത്തന പ്രക്ഷോഭം നടന്നത്. സർക്കാർ നിയമനങ്ങളിലും നിയമസഭയിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കുന്നതിനായി തിരുവിതാംകൂറിൽ 1932 നടന്ന സമരമാണ് എന്ത്? നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ ആദ്യമായി നിയമനങ്ങളിൽ സാമുദായിക സംവരണം അനുവദിക്കുന്നതിനും PSCയുടെ രൂപവൽക്കരണത്തിനും കാരണമാവുകയും ചെയ്ത സമരമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ PSC ഒക്കെ രൂപീകരിക്കാൻ കാരണമായ സമരം നിവർത്തന പ്രക്ഷോഭം 1932 തിരുവിതാംകൂറിലാണ് നടന്നത്. പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ട്? ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധം. പിടികിട്ടിയല്ലോ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് C. കേശവനാണ് 1935 പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം, പത്തനംതിട്ട കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് 1935. ആരാണ്? C. കേശവനാണ് ഇത് നടത്തിയത്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. T.K. മാധവൻ, K. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരായിരുന്നു സമരത്തിന്റെ നേതാക്കൾ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കം മുതൽ
തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ. അപ്പൊ സവർണ ജാഥ മന്നത്ത് പത്മനാഭനാണ്. ഇതൊക്കെ നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് എന്ത് നടത്തിയത്? സവർണ ജാഥ നടത്തിയത്. എവിടം തൊട്ട് എവിടം വരെ? തിരുവനന്തപുരം മുതൽ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ഓക്കെ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയത് അകാലികളാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് വന്നവരാണ് അകാലികൾ. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ് വൈക്കത്തിന്റെ ഹീറോ, വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത്. അടുത്തത് 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുക. അപ്പൊ വൈക്കം സത്യാഗ്രഹം 1924, നിവർത്തന പ്രക്ഷോഭം 1932, 1931 എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനും വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനുമായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് 1936. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്? തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നത്. തിരുവിതാംകൂറിലെ ഉയർന്ന സർക്കാർ നിയമനങ്ങളിൽ തദ്ദേശീയരെ മാത്രം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് 1891 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ടതാണ് മലയാളി മെമ്മോറിയൽ. അപ്പൊ മലയാളി മെമ്മോറിയൽ എന്നാണ് 1891 തദ്ദേശീയരെ മാത്രം ഉയർന്ന സർക്കാർ നിയമനങ്ങളിൽ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ടതാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചത് 10,028 പേരാണ്. 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. 1896 ഈഴവ മെമ്മോറിയൽ. 13,176 പേർ ഒപ്പിട്ട ഈഴവ മെമ്മോറിയലും ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. അപ്പൊ 2 കാര്യങ്ങൾ പഠിച്ചു. ഇനിയും 1900 തിരുവിതാംകൂർ സന്ദർശിച്ച് കഴ്സൺ പ്രഭുവിന് സമർപ്പിച്ച നിവേദനമാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. അതെന്നാണ്? 1900 തിരുവിതാംകൂർ സന്ദർശിച്ച കഴ്സൺ പ്രഭുവിന് നൽകിയ നിവേദനമാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. USA ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ ആരംഭിച്ച നദീതട പദ്ധതി ഏതാണ്? ദാമോദർ നദീതട പദ്ധതി. US ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ ആരംഭിച്ച നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റി പദ്ധതിയാണ് ഇതിന് മാതൃകയാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി. ഇന്ത്യയും നേപ്പാളിന്റെയും സംയുക്ത മൾട്ടി പർപ്പസ് അഥവാ വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി. നേപ്പാളും ഇന്ത്യയും കോസി. രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾ പ്രധാന ഉപഭോക്താക്കളായുള്ളതാണ് ചമ്പൽ പദ്ധതി. ചമ്പൽ എവിടാണ്? രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളുടെ പ്രധാന ഉപഭോക്താക്കളായുള്ള ചമ്പൽ പദ്ധതി. ഓർമ്മയുണ്ടല്ലോ. ഇന്ത്യയിലെ പ്രധാന അണക്കെട്ടുകളായ ഹിരാക്കുഡ് ഡാം മഹാനദിയിലും തെഹിരി അണക്കെട്ട് ഭഗീരഥി നദിയിലും ഫക്രാനങ്കൽ സത്ലജ് നദിയിലുമാണ് നിർമ്മിച്ചത്. അപ്പൊ ഫക്രാനങ്കൽ എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. അതെവിടെയാണ്? സത്ലജ് നദിയിലും. തെഹിരി അണക്കെട്ട് എവിടെയാണ്? ഭഗീരഥിയിലും. അതുപോലെ ഹിരാക്കുഡ് ഡാം എവിടെയാണ്? മഹാനദിയിലുമാണ്. ബക്രാനങ്കൽ, ഹിരാക്കുഡ് അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നിവ നിർമ്മിക്കപ്പെട്ടത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 4. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനാകുന്നത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസിന്റെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. 2 പോയിന്റ്. ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് ഒരു കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ അധ്യക്ഷനാവുന്നത് 1929 2. ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയത്. എന്നാൽ
കോൺഗ്രസ് സ്വദേശി എന്ന മുദ്രാവാക്യം ഉയർത്തിയത് 1905 ബനാറസ് സമ്മേളനത്തിലാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അപ്പം സ്വരാജ്യം 1905 ബനാറസ് സമ്മേളനം, പൂർണ്ണ സ്വരാജ് 1929 ലാഹോർ സമ്മേളനം. 1906 കൊൽക്കത്ത സമ്മേളനത്തിലാണ് കോൺഗ്രസ് സ്വരാജ് മുദ്രാവാക്യം ഉയർത്തിയത്. അപ്പം എന്താണ് പറഞ്ഞത്? സ്വദേശി 1905, സ്വരാജ് മുദ്രാവാക്യം 1906 കൊൽക്കത്ത സമ്മേളനം. ഈ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജി ആയിരുന്നു. 1955 ആവടി സമ്മേളനത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസം എന്ന ആശയം അംഗീകരിച്ചത്. 1955 ആവടി സമ്മേളനത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസം എന്ന ഒരു ആശയം അംഗീകരിക്കുന്നത്. 1955 ആവടി INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ UL ധേബാർ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ അധ്യക്ഷ ആരാണ്? ആനി ബെസന്റ് ആണ്. 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബെസന്റ് അധ്യക്ഷയായത്. സരോജിനി നായിഡു ആണ് കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യ ഇന്ത്യൻ വനിത. അപ്പൊ രണ്ട് രീതിയിൽ കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യ വനിത ആനി ബെസന്റ്, ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. 1925 സരോജിനി നായിഡു കാൺപൂർ സമ്മേളനത്തിൽ അധ്യക്ഷയാവുന്നതെങ്കിൽ ആനി ബെസന്റ് 1917 കൊൽക്കത്ത സമ്മേളനത്തിനാണ് അധ്യക്ഷയായത്. ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായ ഒരേ ഒരു സമ്മേളനമേ ഉള്ളൂ. അത് 1924 ബെൽഗാം സമ്മേളനം. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ഒരേ ഒരു തവണ അധ്യക്ഷനായത്. ഏതിൻ്റെ? കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ. പിടികിട്ടിയല്ലോ. 5. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൗമ ഉപരിതലത്തിൽ നിന്നും രണ്ടാമത്തെ അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അവിടെയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഫസ്റ്റ് ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ഓക്സിജന്റെ ഒരു അല്ലോട്രോപ്പാണ് ഓസോൺ. 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഓസോണുകൾ രൂപം കൊള്ളുന്നത്. 3 ഓക്സിജൻ ആറ്റങ്ങൾ O3 ആണ് ഓസോൺ എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്തുന്ന തോത് കുറയ്ക്കുന്നത് ഓസോൺ പാളിയാണ്. ഓസോൺ പാളിയുടെ ശോഷണം തടയുന്നതിനായി 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ ഉടമ്പടി രൂപവൽക്കരിച്ചത്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു. ഭൗമ ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒന്നാമത്തെ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മേഘം, ഇടി, മിന്നൽ, കാറ്റ്, മഴ എന്നിവയൊക്കെ അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. രണ്ടാമത്തെ അന്തരീക്ഷ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് വ്യോമഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യം. മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിവയാണ് മൂന്നാമത്തെയും നാലാമത്തെയും അന്തരീക്ഷ പാളികൾ. അയോണോസ്ഫിയർ മേഖല തെർമോസ്ഫിയറിന്റെ ഭാഗമാണ്. അപ്പൊ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. ഓക്കെ. സെപ്റ്റംബർ 16 എന്ത്? ഓസോൺ ദിനം. മോൺട്രിയൽ ഉടമ്പടി രൂപവൽക്കരിച്ചത് 1987 സെപ്റ്റംബർ 16. അപ്പം മഴ, കാറ്റ്, ഇടി, മിന്നലൊക്കെ അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണെന്ന് ഓർക്കുക. വ്യോമഗതാഗതം, അതായത് എയ്റോപ്ലെയിൻ ഒക്കെ പറക്കുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണെന്നും ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇതെടുത്ത് പറയാൻ കാരണം ജോഗ്രഫിയിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണിത്. ഹിസ്റ്ററി പഠിക്കുന്നതിനപ്പുറത്തോട്ട് നമുക്ക് ജോഗ്രഫി പഠിക്കുകയാണെങ്കിൽ ഒരുപാട് മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് പഠിച്ചാൽ മതി, ഒരുപാട് മാർക്ക് കിട്ടുന്ന ഒരു മേഖലയാണ് ജോഗ്രഫി, എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. 5 ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ മാക്സിമം നോട്ട് ചെയ്യുന്നതിനപ്പുറത്തോട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? സമയം കിട്ടുന്നതിനനുസരിച്ച് കേൾക്കുക. കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനകത്ത് അതിങ്ങനെ നിൽക്കും. അപ്പോൾ പഠിച്ചത് ഒന്നുകൂടെ ഉറക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. എല്ലാവർക്കും ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.